തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ വഴിത്തിരിവ്. ബാഗ് തട്ടിയെടുത്തെന്ന് പരാതിപ്പെട്ട തമിഴ്നാട് സ്വദേശി സർദാർ ഭാഷ മുങ്ങി. ബാഗ് തട്ടിയെടുത്ത പ്രതികൾ പിടിയിലായതോടെയാണ് ഇയാൾ കടന്നു കളഞ്ഞത്. തമിഴ്നാട് സംഘത്തിന് സ്വർണം കൈമാറാനെത്തിയ കാരിയറാണ് ഇയാളെന്നാണ് സംശയം. വിവരങ്ങളുമായി ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ഗുഡ് ഈവനിംഗ്. ട്വിസ്റ്റാണോ ഇപ്പോൾ ആളെ കിട്ടിയപ്പോൾ? സുജയ, നമുക്കിതൊരു കൗതുകമായിട്ട് തോന്നാമെങ്കിലും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സ്വർണം പൊട്ടിക്കൽ താരതമ്യേന കുറവാണ് മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ ഈ സമീപകാലത്ത് അതിന്റെ എണ്ണം കുറച്ച് കൂടുന്നുണ്ടോ എന്നുള്ളത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന, അബുദാബിയിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ഒരു ഇന്നോവ കാറിലെത്തി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ബാഗ് തട്ടിയെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടത്. പിന്നീട് ഇയാൾ പോലീസിൽ ചെന്ന് വലിയതുറ പോലീസ് ചെന്ന് പരാതിപ്പെടുകയും പരാതിയിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഇവർ ഒരു ഇന്നോവ കാറിലാണ് എത്തിയതെന്ന് മനസ്സിലാവുകയും അത് വെച്ച് അന്വേഷണം നടത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അതായത് കൊല്ലം സ്വദേശികളായിട്ടുള്ള 4 പേരാണ് പ്രതികൾ. പക്ഷേ ഈ പ്രതികളെ പിടികൂടി എന്ന് അറിഞ്ഞതോടുകൂടി പിന്നീട് ഈ പരാതി കൊടുത്തിട്ടുള്ള ഈ അബുദാബിയിൽ നിന്ന് വന്ന തമിഴ്നാട് സ്വദേശി സർദാർ ഭാഷയെ വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായില്ല. അതായത് ഈ പ്രതികൾ പിടിയിലായപ്പോൾ പോലീസിന് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് പ്രതികളുടെ അടുത്ത് സ്വർണ്ണമില്ല എന്നുള്ളതാണ്. സ്വർണം പൊട്ടിക്കാനെത്തി, പക്ഷെ അവർ കരസ്ഥമാക്കിയ ബാഗ് എന്ന് പറയുന്നത് ആ ബാഗിനകത്തുണ്ടായിരുന്നത് പാസ്പോർട്ടും വസ്ത്രങ്ങളും അടക്കമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ സ്വർണ്ണമില്ലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാനാണ് പരാതിക്കാരനായി തമിഴ്നാട് വെല്ലൂർ സ്വദേശിയായിട്ടുള്ള സർദാർ ഭാഷയെ വീണ്ടും പോലീസ് വിളിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇദ്ദേഹം എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം മുങ്ങി എന്ന് തന്നെ പോലീസ് ഇപ്പോൾ കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. കാരണം ദിവസങ്ങളായി പോലീസ് നിരന്തരം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാളുടെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇയാൾ ഏതെങ്കിലും നിലയിൽ ആ വിമാനത്താവളത്തിന്റെ ഏതെങ്കിലും പരിസരത്ത് വെച്ച ആ ബാഗ്, ആ സ്വർണ്ണമടങ്ങിയ ബാഗ് മറ്റാർക്കെങ്കിലും, അതായത് ഈ സ്വർണം കടത്തൽ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തിക്കൊണ്ട് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ബാഗ് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സുജയ, വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്.